ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അല്പസമയത്തിനകം സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നിലാണ് കൂടിക്കാഴ്ച. വിരുന്നിൽ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മെറിൻ മേരി ചാക്കോ ആണ് ചേരുന്നത്. മെറിൻ, വെരി ഗുഡ് മോർണിംഗ്. ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയാണ്. പല വിഷയങ്ങളും ചർച്ചയാകാൻ സാധ്യതയുള്ള കൂടിക്കാഴ്ച കൂടിയാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഉന്മേഷ്. രാജ്യാന്തര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചർച്ചയായിരിക്കും നടക്കാൻ പോകുന്നത്, കൂടിക്കാഴ്ചയായിരിക്കും നടക്കാൻ പോകുന്നത്. അതായത് ഖത്തറിന്റെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. പ്രധാനമായും അമേരിക്കയുടെ അനുനയ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഖത്തറിനെ അനുനയിപ്പിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ എന്ന് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയെ കാണാനാകും. ന്യൂയോർക്കിലെത്തിയ ഖത്തർ പ്രധാനമന്ത്രിക്ക് അത്താഴ വിരുന്നൊരുക്കുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിരുന്നു. ഈ ഈ അത്താഴ വിരുന്നിനിടെയായിരിക്കും ഖത്തർ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുക എന്നതാണ് വിവരം. എന്നാൽ എവിടെയാകും കൂടിക്കാഴ്ച? പ്രധാനമായും ന്യൂയോർക്കിൽ തന്നെയാകും കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന വിവരം. ഈ ഒരു നയതന്ത്ര തലത്തിൽ തന്നെ ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ച നടപടിയെ അമേരിക്ക അസന്തുഷ്ടി പ്രകടിപ്പിച്ചിരുന്നു. ട്രംപ് തന്നെ ഉപയോഗിച്ച വാക്ക് അൺഹാപ്പി എന്ന് തന്നെയാണ്. അതായത് ഈ സമാധാന ശ്രമങ്ങൾ, വെടിനിർത്തൽ ചർച്ചകളെല്ലാം തുടരുന്നതിനിടെയുള്ള ഇസ്രായേലിന്റെ ഒരു ആക്രമണത്തിൽ അമേരിക്ക അസന്തുഷ്ടി പ്രകടിപ്പിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത് എന്നതും ഏറെ നിർണായകമാണ്. നേരത്തെ ന്യൂയോർക്കിലെത്തിയ ഖത്തർ പ്രധാനമന്ത്രി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും അതുപോലെ തന്നെ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു നേതാക്കളും തമ്മിലും ഈ ഒരു ആക്രമണമാണ് ചർച്ചയായത്. മാത്രമല്ല ഖത്തർ അമേരിക്ക സൈനിക സഹകരണവും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു. ഉടൻ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഒരു ട്രംപ് ഖത്തർ പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പങ്കെടുക്കുമെന്ന വിവരവും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. അത് നാളെയാണ്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കാനിരിക്കുന്നത്. അത് നടപടികൾ, ഇസ്രായേലിനെതിരായ തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും ആ ഒരു യോഗം ചർച്ച ചെയ്യും. അതിനിടയിൽ കൂടെയാണ് ഈ ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്നത്. എന്തായാലും രാജ്യാന്തര തലത്തിൽ തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയാകും ഖത്തർ പ്രതിനിധിയും അതുപോലെ തന്നെ ട്രംപും കൂടെ നടത്തുന്ന കൂടിക്കാഴ്ച എന്നതിൽ തർക്കമില്ല. നേരത്തെ തന്നെ ഖത്തർ പ്രധാനമന്ത്രി ഈ ഒരു ഇസ്രായേൽ ആക്രമണങ്ങളെ അപലപിച്ചിരുന്നു. എന്നാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിന്മാറില്ലെന്നും ഖത്തർ അറിയിച്ചിരുന്നു. മറിയമേരി ചാക്കോയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.